السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. ഓക്കെ, അപ്പോൾ മഖാരിജുൽ ഹുറൂഫ് അൽ അറബിയ്യ, അറബി അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങൾ. മഖാരിജ് ഉത്ഭവ സ്ഥാനങ്ങൾ, അൽ ഹുറൂഫി അക്ഷരങ്ങളുടെ, അൽ അറബിയത്തി അറബി അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ പ്രധാനമായും 5 എണ്ണമാണ് അടിസ്ഥാനപരമായി. 1 ഹൽക്ക് ത്രോട്ട്, 2 ലിസാൻ ടങ് നാവ്, 3 ഷഫ അല്ലെങ്കിൽ ഷഫ്താനി 2 ലിപ്സ്, 4 ജൗഫ് വായുടെ ഒഴിഞ്ഞ ഭാഗം, എംപ്റ്റി സ്പേസ്, 5 ഖൈഷൂം തരിമൂക്ക്, അതായത് ദി നോസ്, മണിക്കാൻ വേണ്ടി, നൂനും മീമും ഒക്കെ ഉച്ചരിക്കാൻ വേണ്ടി. നൂനും മീമും ഒക്കെ, നൂന് നാവിന്റെ അക്ഷരമാണ്, മീമ് ചുണ്ടിന്റെ അക്ഷരമാണ്. എന്നിരുന്നാലും ഈ 2 അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്ത് പൂർണ്ണതയിലെത്തണമെങ്കിൽ ഖൈഷൂമിന്റെ അഥവാ മൂക്കിന്റെ, തരിമൂക്കിന്റെ കൂടെ പിൻബലം വേണം. അപ്പൊ ഖൈഷൂം എന്ന മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് നൂന് മീമ് എന്ന് പൂർണ്ണമായി പറയില്ലെങ്കിലും ലിസാനിൽ നിന്ന് വരുന്ന നൂനും ഷഫത്തിൽ നിന്ന് വരുന്ന മീമും ഖൈഷൂമിന്റെ പിൻബലത്തോടെ മാത്രമേ പൂർണ്ണമാവുള്ളൂ എന്ന് പറയാം. പിന്നീട് വിശദമായി അതിനെക്കുറിച്ച് പറയും. ഇന്ന് ലിസാനിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ നമുക്ക് വേർതിരിക്കാം. 18 അക്ഷരങ്ങളാണ് ടോട്ടലി ലിസാനിൽ നിന്ന് വരുന്നത്. അതായത് ലിസാൻ എന്ന ഉത്ഭവസ്ഥാനം മഖ്റജുൻ കുല്ലിയുൻ ലിസമാനിയത ഹർഫ്, 18 അക്ഷരങ്ങളുടെ ഒരു മഖ്റജാണ്. അറബിയിലെ ബഹുഭൂരിഭാഗം അക്ഷരങ്ങളും ഉത്ഭവിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ നാവ്. നാവ് നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയുന്നത് അതുകൊണ്ടാ. കൂടുതൽ അക്ഷരവും നന്നായാൽ പിന്നെ സംസാരം നന്നാവുമല്ലോ. നാവ്, ലിസാൻ 18 അക്ഷരങ്ങൾ. ലിസാനിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോ ലിസാന് നമ്മുടെ വായുടെ പല ഭാഗത്തും ടച്ച് ചെയ്തിട്ടാണ്. പല്ലിന് ടച്ച് ചെയ്യുന്നു, പല്ലിന്റെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുന്നു, മോണയിൽ ടച്ച് ചെയ്യുമ്പോൾ, അതേപോലെ അണ്ണാക്കിൽ ടച്ച് ചെയ്യുമ്പോൾ, പല്ലിന്റെ മുരട് ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ, അണപ്പല്ലിൽ ടച്ച് ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് നാവ് ചെന്ന് തട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. നാവിന്റെ അക്ഷരം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്, നാവ് കൊണ്ട് മാത്രം എങ്ങനെ അക്ഷരം ഉണ്ടോന്ന്. ഇല്ല, നാവ് ചില പ്രതലങ്ങളിൽ ചെന്ന് തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം. നാവില്ലെങ്കിൽ ആ ശബ്ദം ഇല്ല. അതുകൊണ്ടാണ് നാവിന്റെ അക്ഷരം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. നാവിനെ നമ്മൾ 4 ആയിട്ട് ഭാഗിക്കും. നേരത്തെ തൊണ്ടയെ 3 ആക്കി ഭാഗിച്ചിരുന്നു. അഖ്സ, വസത്ത്, അദ്ന എന്നിങ്ങനെ. തൊണ്ടയുടെ വായ്ഭാഗം, തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നാവിന് നമ്മൾ 4 പാർട്ടായിട്ട് തിരിയുക, 4 ഏരിയ ആക്കുകയാണ് പ്രധാനമായിട്ട്. 4 ഏരിയ. ആ ഓരോ ഏരിയയിൽ നിന്നും വ്യത്യസ്ത പോയിന്റുകളിൽ നിന്ന് 18 അക്ഷരം വരികയാണ്. ഉദാഹരണത്തിന് ഒരു ഏരിയയാണ് ഈ കാണുന്ന 2 അക്ഷരങ്ങളുടെ ഏരിയ, ഭാഗം.
ഖാഫും കാഫും. ഇതൊന്നും നിങ്ങൾ എഴുതാനുള്ളതല്ല കേട്ടോ, ജസ്റ്റ് ഒരു ലെക്ചറിങ് കേട്ടാൽ മതി. ഇപ്പൊ ഓരോ ഭാഗങ്ങളും 4 ഭാഗങ്ങളും ആ 4 ഭാഗത്തെയും വ്യത്യസ്ത പോയിന്റുകളും വേർതിരിച്ച് പറയും. ഇപ്പൊ ഖാഫ് കാഫ് ഇത് അടുത്തടുത്ത 2 മഖ്റജിൽ നിന്നാ വരുന്നത്. അതായത് നാവിന്റെ തന്നെ പ്രത്യേകമായ ഒരു ഭാഗത്തെ 2 പോയിന്റിൽ നിന്ന് വരുന്നു. ഒന്നും കൂടെ സെന്റൻസ് കേട്ടോളൂ. നാവിനെ 4ആയി ഭാഗിച്ചതിൽ ഒരു ഭാഗത്തിലെ 2 പോയിന്റുകളിൽ നിന്നാണ് ഖാഫും കാഫും വരുന്നത്. ഖാഫ് അങ്ങേ അറ്റത്തു നിന്നാണ്, കാഫ് അതിന്റെ അല്പം താഴെ നിന്നാണ്. ശരി, പിന്നെ വിശദമായി പറയും. അടുത്തത് ജീം ഷീന് യാ. യാ എന്ന് പറഞ്ഞാൽ ദീർഘത്തിന്റെ യാ അല്ല കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ചെറുതാക്കി ഗൈർ മദ്ദിയ എന്ന് എഴുതിയത്. മദ്ദിൻ്റെതല്ലാത്ത യാ. ഇപ്പൊ യദുൻ എന്നതിലെ യാ ആണ്. അല്ലാതെ നമ്മൾ പറയുന്ന വതനീ അല്ലെ ബലദീ ഈസ എന്നുള്ള ആ യാ അല്ല. മദ്ദിൻ്റെതല്ലാത്ത യാ, അതുപോലെ ജീമുഷീന്. ഈ 3 അക്ഷരങ്ങൾ നാവിന്റെ 4 പാർട്ടുകളിൽ ഒരു പാർട്ടിൽ നിന്ന് 3 ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഒരു പോയിന്റ് നിന്നാ. കാഫും കാഫും ഒരു പാർട്ടിൽ 2 പോയിന്റ് നിന്നായിരുന്നു. എന്നാൽ ജീം ഷീൻ യാ മറ്റൊരു പാർട്ടിലെ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇനിയും 18 അക്ഷരാവാൻ ഇനിയുണ്ട്. ദ്വാദ് ലാം, ഇതും വേറെ ഒരു പാർട്ടിലെ 2 പോയിന്റ് എന്നാ. ദ്വാദ് ലാം. ഇനി വരുന്നത് നൂന് റാ. നൂന് റാ അടുത്തടുത്താണ്. താ ദാല് താ. ഇത് 3 ഒരു പോയിന്റ് എന്നാ വരുന്നത്, ഒരു പോയിന്റ്. പിന്നെ സാദ് സീന് സൈ, ഇതും മറ്റൊരു പോയിന്റിൽ നിന്നാണ് 3 പേരും. അടുത്ത 3 വാ ദാൽ സ. ഇപ്പൊ ഈ ചിത്രം നോക്കിയാൽ ഒരു കാര്യം പെട്ടെന്ന് വിലയിരുത്താൻ പറ്റും. നമ്മൾ നാവിനെ 4 ഭാഗമായി തിരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ 4 ഭാഗമാണിത്. ഒരു ഭാഗത്തുനിന്ന് ഖാഫും കാഫും, മറ്റൊരു ഭാഗത്തുനിന്ന് ജീം ഷീൻ യാ, മറ്റൊരു ഭാഗത്തുനിന്ന് ദ്വാദ് ലാം, മറ്റൊരു ഭാഗത്തുനിന്ന് നൂൻ റാ താ ദാൽ ത സാദ് സീൻ സൈ വാ ദാൽ സ. 18 അക്ഷരമായി ഒരൊറ്റ എണ്ണൽ എണ്ണി നോക്കൂ നിങ്ങൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അക്ഷരങ്ങളായി. ഓക്കെ, നാവിൻ്റെ 4 പാർട്ടുകളെ നിങ്ങൾക്ക് സൗകര്യപ്രദമായി മനസ്സിലാക്കാവുന്ന ഒരു പിക്ചറാണത്. പിക്ചർ നിങ്ങൾക്ക് കാണാൻ വലിപ്പം കുറവായി തോന്നുന്നെങ്കിൽ ഒന്ന് സൂം ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് സൂമായി കാണാം. എന്നിട്ടൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചാൽ നല്ലതാ. ഓക്കെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാവിൻ്റെ ആ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്ത് കാണുന്ന ഒരു മഞ്ഞ ഭാഗം, ആ ഭാഗം പിക്ചറുകളൊക്കെ ഏതാണ്ട് പിന്നെ ഒരു എന്താ പറയാ, കംപ്ലീറ്റ് പിക്ചറിനെ അങ്ങ് പിന്നെ എന്താ പറയാ വിഴുങ്ങണം എന്നല്ല പറയുന്നത്. എന്നാലും ഒരു പിക്ചറൈസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് ആണ് പിക്ചറിലേക്ക് പുസ്തകങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അഖ്സ അൽ-ലിസാൻ, ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി സ്ട്രെങ്ത് ആണ് പറയുന്നത്. നമുക്ക് പറയാം അങ്ങേയറ്റം എന്ന്. നമുക്ക് മലയാളത്തിൽ അങ്ങേയറ്റം എന്ന് പറയാം. നാവിന്റെ അങ്ങേയറ്റം, നമ്മൾ മസ്ജിദുൽ അഖ്സ എന്നൊക്കെ പറയുന്നില്ലേ. ഓക്കെ, അപ്പോ അഖ്സൽ ലിസാൻ, നാവിന്റെ അങ്ങേയറ്റം. അവിടുന്ന് 2 അക്ഷര വരുന്നത്.
അതാണ് ആ നമ്മൾ സൈഡിൽ രണ്ട് എന്ന് ഒരു റൗണ്ടിൽ എഴുതി രണ്ടക്ഷരം വരുന്നത്. കാഫും ക്യാഫും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാഫ് ക്യാഫ് 2 പോയിന്റ് നിന്നാണ് കാഫും ക്യാഫും വരുന്നത്. കാഫ് ഏറ്റവും മുകളിൽ നിന്ന്, അതിന്റെ നേരെ താഴെ നിന്ന് ക്യാഫ്. വിശദമായിട്ട് വരും. ഇനി അതിന്റെ നടുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നാവിന്റെ മധ്യഭാഗം, വസത്തുൽ ലിസാൻ, മിഡിൽ ഓഫ് ദി ടങ്. വസത്തുൽ ലിസാൻ, അവിടുന്ന് 3 അക്ഷരം വരുന്നുണ്ട്, ജീമ്, ഷീന്, പിന്നെ ദീർഘത്തിൻ്റെതല്ലാത്ത യാ, ജഷയ എന്ന് വേണേ ഓർക്കാം. പിന്നെ കാണിച്ചത് ഹാഫത്തുൽ ലിസാനാണ്. ഹാഫത്തുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ ദാദാണ്. ദാദ്, നാവിന്റെ പാർശ്വം എന്ന് പറയാം. നാവിന്റെ പാർശ്വം, എഡ്ജ്, നാവിന്റെ സൈഡ് അല്ലെ. അവിടുന്ന് ഒരക്ഷരമാണ് വരുന്നത്, ദാദ് എന്ന് പറയാറുണ്ട്. 2 അക്ഷരമുണ്ട്, ദാദും ലാമുമാണത് എന്നും പറയാറുണ്ട്. 2 ആയാലും അതിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാവണ്ട. ചില ക്ലാസ്സുകളിലൊക്കെ ഹാഫത്തുൽ ലിസാനിൽ നിന്ന് ഒരക്ഷരമാണ്, അത് ദാദ് മാത്രമാണ് എന്ന് പറയും. ചില ക്ലാസ്സുകളിലോ പുസ്തകങ്ങളിലോ കാണാം, അല്ല അത് 2 അക്ഷരമുണ്ട്, ഒന്ന് ദാദാണ്, 2 ഹാഫത്തുൽ ലിസാനിന്റെ ഏറ്റവും താഴെയായിട്ട് ലാമാണ് എന്ന് പറയും. ഉണ്ടായാലും നമുക്ക് വിരോധമില്ല. നമ്മളിവിടെ 2 എന്നാണ് മാർക്ക് ചെയ്തത്. അതിൽ എവിടെയാന്നുള്ളത് നമ്മൾ ചിത്രം പിന്നീട് കാണിച്ചു തരാം. ഇനി തൊറഫുൽ ലിസാനാണ്. ബാക്കി അക്ഷരങ്ങളെല്ലാം വരുന്നു തൊറഫുൽ ലിസാനിലെ വ്യത്യസ്ത സ്ഥലത്തു നിന്ന്. തൊറഫ് അൽ ലിസാൻ, ടിപ്പ് ഓഫ് ദി ടങ്, നാവിന്റെ അറ്റം, അഗ്രം. അവിടെ നിന്നാണ് ബാക്കി അക്ഷരങ്ങൾ. ഒക്കെ മാർക്ക് ചെയ്ത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അഖ്സൽ ലിസാൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇത് നിങ്ങൾ മലയാളം എഴുതി വെക്കേണ്ടതില്ല. എവിടെയാണ് ഈ ലിസാന്റെ അഖ്സ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുനാവിനരികില്ലേ ആ ഭാഗത്താണ്. ആ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്, നിങ്ങൾക്ക് എഴുതാനല്ല. അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണാവോ എന്നൊരു ചോദ്യമുണ്ടോ. അപ്പൊ നമ്മളെ ചെറുനാവിന്റെ ഒക്കെ ആ ഭാഗം അവിടെയാണ്. അത് ശരിക്കും നമ്മുടെ തൊണ്ടയും പിന്നെ അണ്ണാക്കും ഒക്കെ വേർതിരിക്കുന്ന ഒരു ഏരിയ ആണത്. ആ ഭാഗത്തിനാണ് നമ്മൾ അഖ്സൽ ലിസാൻ എന്ന് പറയുക കേട്ടോ. അവിടുന്ന് വരുന്ന 2 അക്ഷരം ആരൊക്കെയായിരുന്നു? യെസ്, ഖാഫും ക്യാഫും. നമ്മൾ അഖ്സൽ ലിസാനിൽ തന്നെ ഖാഫ് എവിടുന്ന് വരുന്നു, ക്യാഫ് എവിടുന്ന് വരുന്നു നോക്കാം. അവിടെ ഖാഫ് വരുന്ന പോയിന്റ്, അവിടെ ഒരു വേവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പോയിന്റ്, ഒരു വൈറ്റ് ബോൾ കുത്തിയിട്ടുണ്ട്. ആ വേവ് കൊടുത്തെടുത്ത് നോക്കൂ നിങ്ങള്. കേഴ്സർ വരുന്നത് നോക്കുക. അതാ അവിടെ റെഡിൽ മാർക്ക് ചെയ്യുക. അവിടെ നിന്നാണ് ഈ ഖാഫ് ഹെവി ലെറ്റർ ആണ് അല്ലേ. ഹെവി ലെറ്റർ ആയതുകൊണ്ട് നാവിന്റെ പിൻഭാഗം ഉയരും, എന്നിട്ട് ഒന്ന് പിന്നെ ഹെവി ആവും, ഹെവി ടോണാവും. അക്കോ അക്കോ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു നോക്കാവുന്നതാണ്. മെല്ലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ സ്വന്തം പറഞ്ഞു നോക്കുക. അക്കോ അക്കോ. ഖസമുല്ലിദി ഖസമുല്ലിദി ലം യുഖ്ലഖ് ലം യുഖ്ലഖ് കൈഫ ഖുലിഖത് കൈഫ ഖുലിഖത്. അപ്പോ ഖ ഖി ഖു അഖ് ല്ലേ, അഖ്. ഖാഫ്, ഇവിടെയാണ് ഖാഫ്. ഇനി ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അക്ഷരാട്ടോ ക. പക്ഷെ ചിലരത് ഹെവി ടോണിലേക്ക് വരാതിരിക്കുമ്പോൾ തെറ്റ് വരുത്താറുണ്ട്. കാല എന്ന് പറയും. കാലയല്ല, കാല. മഹ്റജ് ശരിയായാൽ മാത്രം പോരല്ലോ. കാലയല്ല, കാല, ഖീല, ഖുൽ, അഖറബു, ഇഖ്തറബ, യുഖരിദു. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, പറയാം. ആർക്കെങ്കിലും സംശയം അതിനെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
അപ്പൊ കാഫ് നമ്മൾ പറഞ്ഞു പിന്നെ നാവിന്റെ അങ്ങേയറ്റം മേലണ്ണാക്ക്, ഇത് രണ്ടുമാണ്. നാവിന്റെ അങ്ങേയറ്റം മേലണ്ണാക്ക്, ഇവിടുന്നാണ് കാഫ് വരുന്നത്. അതായത് നാവിന്റെ അങ്ങേയറ്റവും അണ്ണാക്കിന്റെ അങ്ങേയറ്റവും. അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹനക്ക്. ഹനക്ക് എന്നാണ് അതിന് പറയാ. അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാ? തൊണ്ടയിൽ അങ്ങ് എത്തണ്ട, മടങ്ങണ്ട, അതിനു മുമ്പ് നമ്മുടെ നാവിനെ എതിരിട്ട് നിൽക്കുന്ന വായുടെ ഭാഗം, മുകൾ പരപ്പ്, ഇതിന് അണ്ണാക്ക് പറയാം. അപ്പൊ നാവിന്റെ അങ്ങേയറ്റം അണ്ണാക്കിന്റെ അങ്ങേയറ്റം, അതായത് നാവിന്റെ അങ്ങേയറ്റവും മേലണ്ണാക്കും ചേർന്നാണ് ഖ, ഖി, ഖു, ഹഖുൻ, ഹഖ, ഹഖി, ഹഖ, ഖാല, ഖീല, ഖുൽ, അഖറബു, ഇഖ്തറബ, യുഖ്രിദു എന്ന വാക്കുകൾ അക്ഷരം വരുന്നത്. ഒരാൾക്ക് പറയാം. ഒരാൾക്ക് പറഞ്ഞു നോക്കാം. قل أقرب اقترب يقرض. സാർ അതെന്താ ഇഖ്തറബ എന്ന് വായിക്കുന്നത്? ഈന്ന് വരാൻ കാരണം അത് നമുക്ക് പിന്നീട് പറയാം. നമ്മളെ മറ്റൊരു ക്ലാസ്സിൽ ഹംസത്തുൽ വസ്ലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. പക്ഷേ അത് പറയുന്നത് വരെ ഈ വാക്ക് വന്നാൽ ഞാൻ എങ്ങനെ ഈ ആണോ ഊ ആണോ എന്ന് തിരിച്ചറിയും എന്നൊരു പ്രശ്നം ഉണ്ടാവും. അതിന് നിങ്ങൾ ഇങ്ങനെ കാണുന്നിടത്ത് മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ട് കെസ്റാണെങ്കിൽ മാത്രം, പിന്നെ ലൊമ്മാണെങ്കിൽ മാത്രം ഊ എന്ന് തുടങ്ങുക, ലൊമ്മ അല്ലെങ്കിൽ ഈ എന്ന് തുടങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഖാല, ഖീല, ഖുൽ, അഖറബു, ഇഖ്തറബു, ഇഖ്തറബ, യുഖ്റസു, യുഖ്റലു, യുഖ്രിലു. ഓക്കെ 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 ഓക്കെ. ഏറെക്കുറെ എല്ലാവരും ഭംഗിയായിട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ഇതിലാവുമ്പോൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാതെയൊക്കെ പോകും. ഇതിനുള്ളിലാവുമ്പോൾ അവിടുന്ന് ഉച്ചരിച്ചതായിരിക്കും, ഞാൻ ഉച്ചരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ അവിടെ കേൾക്കായി. ഓൺലൈനാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനുണ്ടാവും. ഓക്കെ, എന്നാലും രണ്ടുപേരും പെർഫെക്റ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നാവിന്റെ മഹ്റജിൽ ഏറ്റവും നാവിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടാണ് നമ്മളിപ്പോ വരുന്നത് കേട്ടോ. അങ്ങേ അറ്റത്തുനിന്ന് വരുന്നത് ഖാഫ്. ഇനി ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമാണ്. ഇനി കാഫാണ്. കാഫ് വരുന്നത് അതിന്റെ അല്പം താഴെ, സിമ്പിൾ. ഖാഫിന് അല്പം താഴെ എന്ന് പറയുമ്പം തൊണ്ടയിലേക്കല്ല കേട്ടോ പോകേണ്ടത്, തൊണ്ടക്കുഴിയിലേക്ക് പോകരുത്. നാവിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് നമ്മൾ ചുണ്ടിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. താഴോട്ട് വരിക, ചുണ്ടിലേക്ക് ചാടി വരും, ചുണ്ടിലൂടെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഖാഫിന് അല്പം താഴെ, അതായത് നാവിന്റെ അങ്ങേ അറ്റത്തിന് അല്പം താഴെ, അതുപോലെ മേലണ്ണാക്കില് കുറച്ച് താഴെ. നോക്കൂ, 3 വാക്കുകൾ. വഅക്വാബുൻ ഹൽ അതാക وذكر اسم الكاف, مخرج الكاف. يس, കണ്ടോ? كتب, കിതാബുൻ, കുതിബ. അപ്പൊ നമ്മള് മലയാളത്തിൽ കല്ല്, കലം, കാക്ക എന്നൊന്നും പറയുന്ന ഒരു
അത്രയങ്ങ് മലയാളത്തിന്റെ അതേ ശബ്ദമല്ല അറബിയിൽ കാഫ്. ഒരു 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 നമ്മള് എങ്ങനെ ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക എനിക്കറിയില്ല. നേർക്ക് നേരെയാണ് ശരിക്കും അത് പറയേണ്ടത്. ഫേസ് ടു ഫേസ് മുമ്പ് നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ കുറച്ചധികം കേൾപ്പിക്കട്ടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. എന്നുള്ളൊരു ശബ്ദമില്ലേ, അതിന്റെ ഒരു ചെറിയ രൂപം അതിന്റെ കൂടെ. പക്ഷെ മലയാളത്തിൽ പറയുമ്പോ കാക്ക എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാക്കയല്ലേ. അറബിയിലാകുമ്പോ ചെറിയൊരു മാറ്റം മലയാളത്തിൽ നിന്നുണ്ട്. അപ്പോ ദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബു എന്ന് പറയാം. ഓക്കെ, സ്ലൈഡ് നമ്മുടെ ഇത് പോയതാണോ? സ്ലൈഡ് പോയോ? സംഭവിച്ചു. റേഞ്ചിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ അതായിരിക്കണം വോയിസ് ഇങ്ങനെ ചെറിയ ഞാൻ ഇടക്കിടക്ക് ആണല്ലേ. അപ്പൊ അടുത്ത വാക്കേതാ? കതബ കിതാബ് കുതിബ തക്തുമൂന അതെ, തക്റഹു ശുക്രൻ. ശുക്ർ. 3 ആൾക്കാർ ഇതൊന്ന് വായിച്ചോളൂ. كتب كتابا كتب تكتمون تكره شكر. ഓക്കെ, ശുക്രൻ ശുക്രന്റെ ആവട്ടെ. പിന്നെ ഉസ്താദ് നേരത്തെ ഉസ്താദ് പറഞ്ഞു കേട്ടില്ല, ഒരു കാഫിന് ഒരു ചെറിയൊരു എന്തുണ്ട്, ചെറിയൊരു കാറ്റ് പോലെ ആ ഒരു അതുകൊണ്ട് വന്നിട്ടില്ല. ഓക്കെ, ഓക്കെ. تكتمون تكره شكر. ഓക്കെ, അടുത്തൊരാള് പറഞ്ഞോളൂ. كتب كتاب كتب تكتمون تكره شكرا. ഓക്കെ, ശരിയാക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്ത ആള്. كتب كتاب كتب تكره شكرا. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. كتب كتاب كتب تكتمون تكره شكرا. كتب كتاب كتب تكتمون تكره شكرا. അവിടെ ഓക്കെ, പറഞ്ഞോളൂ. كتب كتاب كتب تكتمون تكره شكرا. അടുത്ത ആള്. كتب كتاب كتب تكتمون تكره شكر. ഒരാൾ കൂടി വായിച്ചോളൂ. كتب كتاب كتب تكتمون تكره شكرا. പറയണ്ടോ? കാക്കിക്കു കതബ കിതാബുൻ കുതിബ തക്തമൂന തക്റഹു ശുക്ര. ശുക്രൻ. ഓക്കെ, ഇപ്പൊ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പഠനത്തൊക്കെ അള്ളാഹു സാലിഹ അമലായി സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ എളുപ്പത്തിൽ നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരെ അവരുടെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലും അതേപോലെ പലസ്തീനിലും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് പ്രയാസം അനുഭവിക്കുന്നത്. പലസ്തീന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും കാണാത്ത വിഷ്വൽസ് കാണാത്ത ദിവസം പ്രാർത്ഥിക്കാൻ പഠിച്ചത് എളുപ്പം നൽകട്ടെ, അവർക്ക് വിജയം നൽകട്ടെ എല്ലാവർക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.